പിന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ, പിന്നെ ഈ 12 സെറ്റും കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇതിൻ്റെ റിവിഷനും പിന്നെ റിവിഷനും അത് മാത്രം നോക്കിയിട്ട് പോയാലും 5-6 നെറ്റ് എക്സാം എഴുതി ഒരു അവരെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ബേസിക്സ് നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടല്ലോ. പിന്നെ PYQകളാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കേണ്ടത്, കാരണം അത്രത്തോളം. ഓക്കെ മുഹ്സിന, ഇത്തവണത്തെ UGC നെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ നെറ്റ് ക്വാളിഫൈ അല്ലേ? എനിക്ക് തോന്നുന്നു കൊമേഴ്സിൽ നെറ്റ് ക്വാളിഫൈ ചെയ്ത് JRFിലേക്കുള്ളൊരു ഓൾറെഡി നെറ്റ് ക്വാളിഫൈ ചെയ്ത് JRFിലേക്കുള്ളൊരു പ്രിപ്പറേഷനിലായിരുന്നു അല്ലേ? പക്ഷേ നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്തു, ഒരിക്കൽ കൂടി നെറ്റാണ്, അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്, JRF കിട്ടിയില്ല എന്നൊരു സങ്കടം ആ റിസൾട്ട് കണ്ട സമയത്ത് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാനത് ആൻസർ കീ ചെക്ക് ചെയ്തപ്പോഴേ അത്ര മാർക്ക് കുറവായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം 198 ആയിരുന്നു കട്ട് ഓഫ്. തവണ അതിലേക്കാളും കൂടുതലാവുന്ന ഉറപ്പായിരുന്നു. അപ്പം തന്നെ ഉറപ്പായി നെറ്റിനെ ആയിരിക്കും. പിന്നെയും നെറ്റിന്റെ ഇനി കട്ട് ഓഫ് കൂടുമെന്നുള്ള പേടിയായിരുന്നു. നെറ്റ് കൂടെ ഇനി PhD ഓൺലി മാത്രമാവും എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നെറ്റ് ക്വാളിഫൈ ചെയ്തു എന്ന്, ഒരിക്കൽ കൂടി ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞു എന്ന് അറിയുന്നതിലൊരു സന്തോഷം ഉണ്ടായിട്ടില്ല? ആ സന്തോഷമുണ്ട്. വീണ്ടും ക്വാളിഫൈ ചെയ്യാൻ പറ്റിയതിൽ JRF ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന സങ്കടത്തെക്കാളും ഉണ്ടായിരുന്നു. വീണ്ടും ക്വാളിഫൈ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റിനും അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് പൊതുവെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതിൽ ക്വാളിഫൈ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ 6% ആളുകൾ നെറ്റ്, അല്ലെങ്കിൽ ജസ്റ്റ് 1% ആളുകളൊക്കെയാണ് JRF ക്വാളിഫൈ ചെയ്യുന്നത്. ഈ ക്വാളിഫൈ ചെയ്യുന്നവരും ക്വാളിഫൈ ചെയ്യാൻ കഴിയാതെ പാതി വഴിയിൽ വീണ് പോകുന്നവരും തമ്മിലുള്ള ഒരു പ്രധാന ഡിഫറൻസ് എന്താണെന്ന് മുഹ്സിനക്ക് എന്താ തോന്നുന്നത്? എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഡിഫറൻസ് പറഞ്ഞാൽ നമ്മളെടുക്കുന്ന എഫേർട്ട് ഉണ്ട്. അതിപ്പോൾ ഇനി ഈ ക്വാളിഫൈ ഇപ്പോൾ എന്നേക്കാൾ എഫേർട്ട് എടുത്തവരുണ്ടാവും, പക്ഷെ അവർക്ക് ഒരുപക്ഷെ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് ചിലപ്പോൾ നമ്മളെ എക്സാം എഴുതുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടെൻഷൻ, നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എക്സാമിന്റെ ആ ഒരു മൊമെന്റിൽ നമ്മൾ എത്രത്തോളം എക്സൽ ചെയ്യുന്നു എന്നുള്ളത് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് പ്രധാനമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ 2 തവണ നെറ്റ് ക്വാളിഫൈ ചെയ്തു, ആ ഒരു പ്രിപ്പറേഷന്റെ ടൈമിൽ എന്തൊക്കെ പ്രധാനമായിട്ടും ഏതെങ്കിലും ഒരു ഹാർഡ് ടൈമിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടോ? ഞാനിത് ക്വിറ്റ് ചെയ്യാണ്, ഇനി എനിക്ക് കഴിയില്ല എന്നൊരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ തരണം ചെയ്തത്? ആക്ച്വലി തന്നെ 6th അറ്റംപ്റ്റ് ആണ്, ഒരു ക്യാൻസൽ ചെയ്ത എക്സാമും ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഫസ്റ്റ് എക്സാം ഞാൻ PG ഫസ്റ്റ് സെം മുതലാണ് എഴുതൽ തുടങ്ങിയത്. 2 ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞു കിട്ടുണ്ടാവില്ല, ജസ്റ്റ് പോയി അറ്റംപ്റ്റ് ചെയ്യാൻ പറഞ്ഞതായിരുന്നു. അന്ന് എത്രയോ ബിലോ 50% അന്ന് പെർസെൻറ്റേജിലായിരുന്നു. അങ്ങനെ ചെയ്തപ്പോൾ അന്നും പേപ്പർ 1 മാർക്ക് ഉണ്ടായിരുന്നു. കാരണം ഒരു മാത്സും കുറച്ച് GK പരമായിട്ടുള്ള ടീച്ചിങ്ങിനോട് കുറച്ച് അറിയുന്നത് കൊണ്ട് അതിൽ കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോഴും പേപ്പർ 2 കാരണം PGക്ക് പഠിക്കുന്ന കുറേ ടോപ്പിക്സ് ആണ് നമ്മുടെ ഇതിലുണ്ടാവുന്നുള്ളൂ. അപ്പോൾ അന്നും പേപ്പർ 1 കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. പിന്നെ അതിനായിട്ട് ഇങ്ങനെ ഒരു കോച്ചിങ്ങും നിർത്തിയില്ല, സെൽഫ് സ്റ്റഡി മാത്രം. യൂട്യൂബിലുള്ളതെന്ന് കുറേ ഫ്രീ റിസോഴ്സുകളുണ്ട്. എങ്കിൽ പോലും നമുക്ക് അറിയില്ല ഏതൊക്കെ ഇമ്പോർട്ടൻ്റ്. ഒരുപാട് വാരി വലിച്ച് പഠിക്കുക എന്നുള്ള അപ്പുറത്തേക്ക് ഈ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതിന് കുറച്ചുകൂടി സെക്കൻഡ് അറ്റംപ്റ്റിലും തേർഡ് അറ്റംപ്റ്റിലും അത് തന്നെയായിരുന്നു. പക്ഷേ ഈ അറ്റംപ്റ്റുകളൊക്കെ ക്വിറ്റ് ചെയ്യാന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഒരു അറ്റംപ്റ്റുകൾ എഴുതി ഒരു തേർഡ് അറ്റംപ്റ്റ് എത്തിയപ്പോൾ മാർക്ക് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക ചെയ്തത്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വന്നു. പിന്നെയാണ് ഒരു കോച്ചിങ് എന്തുകൊണ്ട് എടുത്തുകൂടാ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പ്രിപ്പറേഷൻ ജേണിയിൽ എവിടെയും ഇതെനിക്ക് സാധ്യമാവില്ല എന്നൊരു ചിന്തയിലേക്ക് മുഹ്സിൻ എത്തിയിട്ടില്ല. അത് തന്നെയാണ് പ്രധാനം. കാരണം ഇപ്പോൾ ഞാനിപ്പോഴും പറയുന്നത്, നമ്മോടൊപ്പം ജോയിൻ ചെയ്ത ഒരുപാട് ആളുകൾ വലിയ വലിയ കോളേജുകളിൽ, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന കോളേജുകളിൽ ടോപ്പേഴ്സ് ആയവരും യൂണിവേഴ്സിറ്റി റാങ്ക് നേടിയവരൊക്കെ ഉണ്ട്. അവർ പോലും നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ കഴിയാതെ പലപ്പോഴും പ്രിപ്പറേഷൻ തന്നെ നിർത്തിപ്പോയ ആളുകളുണ്ട്. സൈറയിൽ ജോയിൻ ചെയ്തവർ വരെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അറിയുമ്പോഴും നമ്മൾ ഈ ഒരു പ്രിപ്പറേഷനിൽ 1 തവണ 2 തവണ 3 തവണ നമുക്ക് ഒന്നും ക്വാളിഫൈ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഇത് എന്നെക്കൊണ്ട് കഴിയില്ലേ എന്നൊരു ചിന്ത ഒരിക്കൽ പോലും വന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, കൺസിസ്റ്റൻസി, അല്ലെങ്കിൽ നമുക്കിതിന് സാധിക്കുമെന്നൊരു കോൺഫിഡൻസ്, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് സത്യത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാവുന്നതെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ JRF തന്നെയാണ് വലിയൊരു സ്വപ്നം അല്ലേ? ഇപ്പം ഏകദേശം ഒരു 6ാമത്തെ അറ്റംപ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? 5-6ാമത്തെ അറ്റംപ്റ്റ് ആണ്. ഈ JRF നേടുന്ന സമയത്ത്, അല്ലെങ്കിൽ JRF എന്ന് പറയുന്ന ഒരു വലിയൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുക്കണമെങ്കിൽ ഇപ്പോഴുള്ള പ്രിപ്പറേഷനിൽ ഇനി എന്ത് മാറ്റം വരുത്തണം, അല്ലെങ്കിൽ എന്തിനെ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ?
എനിക്ക് കഴിഞ്ഞ ഈ ഒരു ജൂൺ എഴുതിയപ്പോഴേ കൊമേഴ്സിൽ കുറച്ചും കൂടി അതിന് കുറച്ചുകൂടി ടൈം സ്പെൻഡ്, ഞാൻ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്തിരുന്നത് ആക്റ്റീവ് സർക്കിളും ആ ഒരു 12 സെറ്റ് ക്വസ്റ്റ്യൻ 1200-ലധികം ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് അത് മാത്രം നോക്കിയിട്ടായിരുന്നു പേപ്പർ 1 എഴുതിയിരുന്നത്. കാരണം കഴിഞ്ഞ ഇതിന് പഠിച്ചൊരു ബേസിക്സ് നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടല്ലോ. പിന്നെ PYQകളാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കേണ്ടത്, കാരണം അത്രത്തോളം ചെയ്ത് പഠിച്ചിട്ടില്ലായിരുന്നു കൊമേഴ്സിൽ. അപ്പോൾ കൊമേഴ്സിൽ ആക്റ്റീവ് സർക്കിൾ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു വേറൊരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അത്രത്തോളം ആക്റ്റീവ് ഇല്ലായിരുന്നില്ല. അതായത് ജനറൽ പേപ്പറിൽ നമ്മൾ സൈറയുടെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഇത് ഒരു ആക്റ്റീവ് സർക്കിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കൊമേഴ്സിലേക്ക് നമ്മൾ ആക്റ്റീവ് സർക്കിൾ പഴയതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനറൽ പേപ്പറിലെ ഒരു ആക്റ്റീവ് സർക്കിളിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായമാണ്. കാരണം പേപ്പർ 1 ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് തന്നെ ഞാനും ഞങ്ങളിപ്പോൾ ആ ഗ്രൂപ്പിലുള്ള പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. കാരണം പേപ്പർ 1 കൂടുതൽ മാർക്ക് ഒരു 30 എബോ സ്കോർ ചെയ്യാൻ പറ്റിയത് തന്നെ ഈ ഒരു ആക്റ്റീവ് സർക്കിൾ ഉണ്ടായിട്ടെന്ന് പറയാം. കാരണം ഒരു 1200 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്യല്ല. ഇപ്പോൾ സർ ഷഹീൽ സർ അടക്കം നവാസ് സർ അടക്കമുള്ള നിങ്ങളൊക്കെ ഇതിൽ കൂടെ ആ ഒരു 1200-ലധികം ക്വസ്റ്റ്യൻസ് ഒരാഴ്ചയിൽ ഒരു സെറ്റ് ക്വസ്റ്റ്യന് ആ ക്വസ്റ്റ്യനെ നമ്മളെ കൊണ്ട് സർ അതിന്റെ എക്സ്പ്ലനേഷൻ 100 ആവുമ്പോൾ 4 ഓപ്ഷനുകളിലേക്ക് ആവുമ്പോൾ 400 ക്വസ്റ്റ്യനിലൂടെ ശരിക്കും കടന്നു പോകണം. പിന്നെ നമുക്ക് അത്രയും പാടുള്ളത്, കാരണം അത്രയും കൺഫ്യൂഷൻ ഉള്ളത്, പിന്നെ നമ്മൾക്ക് ഒരു സെറ്റ് ആയിട്ട് ഒരു 20 ക്വസ്റ്റ്യൻസിന് സെറ്റ് ആയിട്ട് സർ ഇട്ട് നമുക്ക് ഓപ്ഷൻസ് അത് നമുക്ക് പിന്നെ ഇതിന്റെ എക്സ്പ്ലനേഷൻ, പിന്നെ ഈ 12 സെറ്റും കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇതിന്റെ റിവിഷനും പിന്നെ റിവിഷനും അത് മാത്രം നോക്കിയിട്ട് പോയാലും നല്ലൊരു എഫേർട്ട് അത് എടുക്കും. പിന്നെ ഇപ്രാവശ്യം കൊമേഴ്സിന്റെ ഞാൻ തന്നെ DI നല്ല സിമ്പിൾ ആയിട്ടുള്ള ഇതായിരുന്നു. കാരണം നല്ലൊരു ഈസി, ആർക്കാണെങ്കിലും ആ 10 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചോദ്യം വന്നത് JRF വേണ്ടിയുള്ള യാത്രയിൽ ഇനി എന്ത് കൂടെ കൂട്ടണം എന്നാണ് പ്ലാൻ എന്നുള്ളത്. അത് ഒന്നുകൂടിയും കൊമേഴ്സിൽ കൂടുതലായിട്ടും നല്ല ന്യൂമറിക്കൽ പ്രോബ്ലംസ് നല്ല വന്നിട്ടുണ്ട് ഇപ്രാവശ്യം. ഇനി അത് കൂടാനേ ചാൻസ് ഉള്ളൂ. അപ്പൊ നന്നായിട്ട് എക്സാം ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ കൂടുതലും. കൂടുതലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നല്ലോണം ചെയ്ത് പഠിക്കണം, എങ്കിലേ JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഒരു 38+ ജനറൽ പേപ്പറിൽ നോക്കണം. ഒപ്പം കൊമേഴ്സിലും ഒരു ഒന്നുകൂടി നന്നായിട്ടൊന്ന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ JRF കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അല്ലേ? ഒപ്പം എനിക്ക് തോന്നുന്നു BEd കൂടി ചെയ്യുന്നുണ്ടെന്നല്ലേ. ഒരു കരിയർ പാത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്? മീൻസ് ഞാനിപ്പോ ഇനി BEd JRF ക്രാക്ക് ചെയ്ത് കഴിഞ്ഞ പിന്നെ BEd അടുത്ത വർഷത്തോടെ കഴിയും. 26 ആണ്, 24 ഡിസംബറാണ് ലക്ഷ്യം. ഡിസംബറാണ് ലക്ഷ്യം. അത് കഴിഞ്ഞിട്ട് റിസർച്ചിന്റെ അതിൽ പോകണം എന്നാണ് ആഗ്രഹം. എല്ലാ വീട്ടിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫാമിലിയുടെ ഭാഗത്തു നിന്നൊക്കെ? നല്ല സപ്പോർട്ടാണ്. ആ സപ്പോർട്ടുമ്പോഴാണ് നമ്മളെ യാത്ര അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. ഒരു പക്ഷെ നമ്മളുടെ ഈ ഒരു വിജയത്തിലൊക്കെ നമ്മൾ ഇത്രയും 5-6 നെറ്റ് എക്സാം എഴുതി അവരെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ആ എക്സാം എഴുതിയത്. നമ്മളെപ്പോഴും നമ്മളുടെ റിസൾട്ടിൽ അല്ലെങ്കിൽ നമ്മളൊരു വിജയിക്കുമ്പോൾ നമ്മളെക്കാളും കൂടുതൽ എഫേർട്ട് ഇട്ട കുറേ ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടാവുന്നുള്ളൂ. ചിലപ്പോൾ നമ്മുടെ മക്കള് നമ്മളുടെ പഠനത്തിൽ അവർക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവർക്ക് കിട്ടേണ്ട, അവരുടെ ചെറുപ്രായത്തിൽ കിട്ടേണ്ട പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മളുടെ ഫാമിലിയിലുള്ള ഉമ്മ, ഉപ്പ, ഹസ്ബൻഡ് ആരാണെങ്കിലും അങ്ങനെ ഒരുപാട് ഇതുണ്ടാവും. അപ്പോൾ അവരുടെ ഒക്കെ കൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ. എന്തായാലും ഈ ഒരു യാത്രയിൽ അവർക്കൊക്കെ ഉള്ള ഒരു സർപ്രൈസ് JRF എന്നുള്ള നിലയിൽ ഡിസംബറിൽ നമുക്ക് കൊടുക്കാൻ കഴിയണം. തീർച്ചയായിട്ടും മുഹ്സിനക്ക് അതിന് സാധിക്കും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതൊരു കിട്ടാക്കനെയാണ് എന്നൊരിക്കലും തോന്നുന്നില്ലല്ലോ. അപ്പൊ നെറ്റ് 2ാമത്തെ തവണയും ക്വാളിഫൈ ചെയ്തപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് നമ്മൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവ് തന്നെയാണ് പ്രധാനം. എനിവേ ഈ ഒരു യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നതിനും ഈ ഒരു വലിയൊരു വിജയത്തിൽ ഒരുപാട് ആളുകൾ വിജയിക്കുകയും ഒരുപാട് ആളുകൾ ക്വാളിഫൈ ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ ക്വാളിഫൈ ചെയ്തു, നെറ്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ളൊരു യോഗ്യത ഇത്തവണ കൂടി നേടാൻ കഴിഞ്ഞു എന്ന ആ ഒരു സന്തോഷത്തിലൊരു കൺഗ്രാജുലേഷൻ ഒരിക്കൽ സൈറയുടെ ഓൾ ടീമിൻ്റെ ഭാഗത്തുനിന്ന് പറയുകയാണ്. എന്തായാലും സൈറയോടൊപ്പം ഉണ്ടായിരുന്നതിന് നന്ദി. ഇനി JRFിലേക്കുള്ള യാത്രയിലും സൈറയുടെ കംപ്ലീറ്റ് സപ്പോർട്ട് മുഹ്സിനക്കും ഒപ്പം നിങ്ങളുടെ ഒപ്പമുള്ള നെറ്റ് ഹോൾഡേഴ്സിനൊക്കെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.